യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനം ഈ ദേശത്തോട് അറിയിക്കുകയാണ്. ഒരുപക്ഷെ നിരവധിയായിരിക്കുന്ന ആ പ്രാവശ്യങ്ങളിൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിലും നോക്കുവിന് ഇന്നേവരെ പാപമോചനം ലഭിക്കാത്തവരും ഇന്നേവരെ സത്യരൂപമായിരിക്കുന്ന യേശുക്രിസ്തു സ്നേഹത്തിന്റെ തണലിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരിക്കുന്നവരും ഇന്നും പാപികളായിട്ട് പാപ സ്വഭാവത്തോടുകൂടെ മരണത്തിനപ്പുറം എന്താണ് ഞങ്ങളെ കാത്തിരിക്കുന്നുള്ള മരണത്തിന് ശേഷമുള്ള നിത്യജീവനെ പറ്റിയുള്ള ബോധമില്ലാതെ നിങ്ങൾ പാപത്തിന്റെ ചേറ്റുകുഴിയിൽ അലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രിസ്തീയ മതവിശ്വാസികളോ പുരോഹിതന്മാരോ ഉൾപ്പെടെയാണെങ്കിൽ ഇന്നേവരെ നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനം അല്പനേരം ഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട പാട്ട് പോലെ മനക്ലേശ തരംഗങ്ങളിൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടി എടുത്തണച്ച് ഭയപ്പെടേണ്ട എന്ന് ഉറച്ചവനെ നോക്കവന് നാം മുന്നമേ നമ്മൾ എല്ലാവരും എന്താണ് സന്തോഷവാന്മാരായിട്ട് തെരുവോരങ്ങൾ കൂടെ നടക്കുകയാണ്. എല്ലാവരും പരസ്പരം എന്താണ് ചിരിക്കുന്നു, തമാശ പറയുന്നു, തമ്മിൽ തമ്മിൽ എന്താണ് രാഷ്ട്രീയങ്ങളെ പറ്റി ചിന്തിക്കുന്നു, മതപരമായിരിക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു. ഇതാ മിഡിൽ ഈസ്റ്റിനെ പറ്റിയും ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെ പറ്റി നിങ്ങൾ അറിവുള്ളവരും സംസാരിക്കുന്നവരുമാണ്. പ്രിയപ്പെട്ട നമ്മൾ കഴിഞ്ഞ ഇലക്ഷന് നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ്. അത് മുന്നമേ ചെയ്തിട്ടുണ്ട്, അതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. പക്ഷെ നോക്കവര് ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന മതഭക്തിയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമാനോ എന്നില്ലാതെ നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ പിതൃ പാരമ്പര്യ പ്രകാരം നമ്മൾ വ്യാപരിക്കുന്ന നമ്മുടേതായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ആശ്രയിച്ചുകൊണ്ട് എല്ലാവരും മതഭക്തിയിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വേർപെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ചിലർ സമ്പത്തുണ്ടാക്കിയിരിക്കുന്നു, ചിലർക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും എല്ലാവരും, ഞാൻ ചോദിക്കട്ടെ, എല്ലാവരുടെയും ദുഃഖം ഒരുപോലെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സകല ജാതി മതസ്ഥരും തന്റെ ഏകാന്തതയില് അതികഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ നിരാശയിൽ കൂടെ കടന്നു പോവുകയും അവസാനം എന്താണ് ആരും ആശ്രയമില്ലാതെ ആരുടെയും ഒരു സാധന വാക്ക് പോലും ഇല്ലാതെ ഏതെങ്കിലും ഹോസ്പിറ്റലില് IC യൂണിറ്റില് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒരു സാധന വാക്ക് പോലും കേൾപ്പാൻ എന്താണ് ഭാഗ്യമില്ലാതെ അവരെല്ലാവരും ആ മരണത്തിന്റെ ഗഹുരംഗങ്ങളിലേക്ക് ഉള്ളിയിട്ട് താണു പോവുകയാണ്. ഇതല്ലേ യഥാർത്ഥമായിരിക്കുന്ന അനുഭവം?